ശ്രീമദ് ഭാഗവതം പിറന്ന കഥ. മഹാഭാരതത്തിൻ്റെ രചയിതാവായ വ്യാസമഹർഷി ഒരിക്കൽ ദുഃഖിതനായി എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ എത്തുകയും അദ്ദേഹത്തോട് ചോദിച്ചു, മഹർഷി, അങ്ങ് ദുഃഖിതനായി എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദുഃഖചിന്ത അപകടകരമായ കാര്യമാണ്. ചിന്തയേക്കാൾ ചിത എത്രയോ മെച്ചം. എന്തുകൊണ്ടെന്നാൽ ചിത ജീവനറ്റ ശരീരത്തെ മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ. എന്നാൽ ദുഃഖചിന്തയാകട്ടെ ജീവനുള്ള ശരീരത്തെ തന്നെ എരിച്ചു കളയും. ദുഃഖചിന്തകൾക്ക് താങ്കൾ ഒരിക്കലും സ്ഥാനം കൊടുക്കരുത്. ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ ദുഃഖചിന്ത മാറണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കണം. താങ്കൾ മഹാഭാരതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് കുറിച്ചല്ലേ ഉള്ളൂ. കൃഷ്ണൻ്റെ ബാല്യകാലം മുതൽ എഴുതൂ എന്ന് പറഞ്ഞു. വ്യാസമഹർഷി നാരദമുനിയുടെ വാക്കുകളിലെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ലീലകൾ എഴുതാനായി തുടങ്ങി. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഇനി ഇതിൽ പറഞ്ഞ വാക്കുകൾ നാം നമ്മുടെ ജീവിതത്തിലും പിന്തുടരേണ്ടതാണ്.